ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇത് കൈരളി ചാനലിൻ്റെ ഭാഗമായിട്ട് ഒരു കോവിഡിന് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരമ്പര വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അത് കൈരളിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അത് ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെ മുമ്പിലും കൂടെ ഇവിടെ ചാനലിൽ എത്തിക്കാൻ വിചാരിച്ചു. കോവിഡിന് ശേഷം എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ, കാരണം നമുക്ക് അങ്ങനെ കോവിഡിന് ശേഷം എന്നുള്ളൊരു പ്രത്യേക തീയതി പറയാൻ പറ്റില്ല. പക്ഷേ കോവിഡിന് ശേഷം എന്നും അല്ലാതെയും മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ചയിൽ വരേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ട് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ സമ്പദ് വ്യവസ്ഥേൻ്റെ സംഭവം, ഒരു ഫ്യൂച്ചർ തിങ്കിങ്, ഭാവിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, പിന്നെ തൊഴിൽ പ്രാപ്തി, വിദ്യാഭ്യാസം, ഇൻഡസ്ട്രിയൽ ഡിസ്റപ്ഷനിൽ നമുക്കെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതുമുതൽ ജേർണലിസം എന്നുള്ളത്, മാധ്യമ പ്രവർത്തനം എന്നുള്ളത് എന്താവണം എന്നുള്ള ചില ആഗ്രഹങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് നമുക്ക് തോന്നുന്ന ചില ആഗ്രഹങ്ങളാണ്. കൂടാതെ പ്രൈവസി എന്നതിനെ പറ്റിയും പ്രൈവസി എഡ്യൂക്കേഷനെ പറ്റിയിട്ടുമൊക്കെ ഉള്ള ചില തോട്ട്സ്, അതായത് നമ്മളുടെ പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഭാവിയിൽ ഗുണകരമാവുന്ന കാര്യങ്ങളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ആ ടോക്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നാടിന് ഗുണം ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറ. ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറയുമ്പം ഒരു ഒറ്റ തീയതിന് അപ്പുറത്തേക്ക് കോവിഡിന് ശേഷവും അതിനു മുമ്പ് കോവിഡിന് മുൻപേയും എന്നുള്ളതില്ല. ഇന്ന് കേരളത്തിലൊക്കെ നമ്മൾ ഫ്ലാറ്റ് ആൻഡ് ദ കേർവ് ചെയ്തിട്ടുണ്ടെങ്കിലും കോവിഡ്-19 ഇല്ലാണ്ടായിട്ടില്ല. നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ചെറുക്കാൻ പറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ജാഗ്രത വേണ്ട ഒരു സമയത്ത് കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അടുത്തൊരു 2 ചിലപ്പോൾ 3 വർഷം വരെ ഒക്കെ ഇത് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കോവിഡ്-19 ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് പല മേഖലകളിലും ഉണ്ടാവും. അത് പല മേഖലകളെയും ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് മാത്രമല്ല, പല മേഖലകളെയും പല ലെയറിൽ പല സമയത്തായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ചർച്ച മുഖ്യധാര മാധ്യമങ്ങളിലും സമൂഹത്തിലും സാധാരണ ജനങ്ങളുടെ ഇടയിലും ഓരോ സ്ഥലത്തും ലോകത്ത് ആ ചർച്ചയുടെ ആവശ്യം ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നൊരു ചോദ്യം എക്കോണമിയാണ്, സമ്പദ് വ്യവസ്ഥ, എക്കണോമി എന്താവും എന്നുള്ളത്. ഇപ്പോൾ എക്കണോമി എന്നുള്ളത് എൻ്റെ പ്രവർത്തന മണ്ഡലമല്ല, ഞാനൊരു എക്കണോമിസ്റ്റ് അല്ല. എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടെക്നോളജി ഇൻഡസ്ട്രിയിലാണ് കഴിഞ്ഞ 26-27 വർഷമായിട്ട് ലോകത്ത് പല സ്ഥലത്തായിട്ട് ജോലിയെടുത്തത്. പക്ഷെ എന്നാലും എക്കണോമി എന്നുള്ളത് നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാനെപ്പോഴും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു എക്കണോമിക്സ് എന്നുള്ള രീതിയിലല്ല, ഒരു സാധാരണ മനുഷ്യൻ, ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. നമ്മൾ പലതരം എക്കണോമിക്കൽ പ്രശ്നങ്ങളും ലോകത്തിൽ ഓൺ എ ഗ്ലോബൽ സ്കെയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു വഴിയെ പറ്റിയിട്ട് ആർക്കും കൃത്യമായിട്ടൊരു ധാരണ ഇല്ല എന്നുള്ള പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈവൻ എക്കണോമിക്സ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം, ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ഓടുകയാണ്. എല്ലാ ആൾക്കാർക്കും അവരുടെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ഒരു അടി കിട്ടുകയാണ്. എല്ലാവരും വീഴും. ഈ ഓടുന്ന ആൾക്കാർ രാജ്യങ്ങളുമായി നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് അടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും വീഴും. അതിൽ ചിലർ മറിഞ്ഞടിച്ച് വീഴും, പിന്നെ നീക്കാൻ കുറച്ച് സമയമെടുക്കും. ചിലർ എങ്ങനെയെങ്കിലും തടി തപ്പി ചിലപ്പോൾ വീഴാതെ നോക്കും. വീണ ചില ആൾക്കാർ എണീച്ച് വീണ്ടും ഓടാൻ ശ്രമിക്കും. ഇതൊക്കെ നടക്കും. പക്ഷെ ഒരു കാര്യം സത്യമുള്ളതെന്ന് വെച്ചാൽ കാലിനടി കിട്ടിയ ഒരാളും മര്യാദയ്ക്ക് ഇമ്മീഡിയറ്റ്ലി ഓടി തുടങ്ങില്ല. എല്ലാവരും ഞൊണ്ടി പോവുകയുള്ളൂ. ചിലവർക്ക് ആ ഞൊണ്ടൽ കുറേ കാലെടുക്കും, ചിലവർക്ക് ആ ഞൊണ്ടൽ പെട്ടെന്ന് തീരും. പക്ഷെ ആരും ഇമ്മീഡിയറ്റ്ലി ഓടാൻ പോകുന്നില്ല. അപ്പോൾ ഒരു രാജ്യവും ഇമ്മീഡിയറ്റ്ലി ഈ സാധനം സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് കുതിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്, അത് എക്കണോമിയായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി വായിച്ചൊരു പുസ്തകം രഘുരാം രാജൻ്റെ തേർഡ് പില്ലർ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതിന് മുമ്പ് പറയുന്നൊരു സംഭവം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് 3 പില്ലറാണ് ഈ എക്കണോമീനെ ബാലൻസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റേറ്റ്, ഒന്ന് മാർക്കറ്റ്, ഒന്ന് കമ്മ്യൂണിറ്റി. അതിൻ്റെ ഇംബാലൻസ് നടക്കുന്ന സമയത്ത് പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റ്സ് പല സ്ഥലത്തും ഉയർന്നു വരുന്നുള്ളത്.
പക്ഷേ ആ പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻസ് പലപ്പോഴും ഒരു ഇൻക്ലൂസീവ് സൊല്യൂഷൻ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇതിൻ്റെ ബാലൻസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉപകാരപ്രദമാവില്ല എന്നുള്ളതാണ്. മൂപ്പര് മുന്നോട്ട് വയ്ക്കുന്നൊരു സംഭവം ഇൻക്ലൂസീവ് ലോക്കലൈസേഷൻ എന്നുള്ളതാണ്. അതായത് ഒരു ലോക്കൽ ലെവല് ഇൻക്ലൂസീവായിട്ട് ഹൗ ഡു യു ട്രൈ ടു അഡ്രസ് ഓൺ എ കമ്മ്യൂണിറ്റി ലെവൽ, കമ്മ്യൂണിറ്റീനെ സ്ട്രോങ് ആക്കുക എന്നുള്ളത്. അത് COVID-19 വരുന്നതിന് മുമ്പേ എഴുതിയതാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ പല തിയറീസ് ഉണ്ടാവാൻ മതി, പല കാര്യങ്ങളും ഉണ്ടാവാൻ മതി. ആ രീതിയിലൊക്കെയുള്ള ചർച്ചകൾ വരണം എന്നുള്ളതാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഫ്രം എൻ എക്കണോമി പെർസ്പെക്റ്റീവ് തോന്നുന്നത്. മാത്രമല്ല നമ്മൾ സമ്പദ് വ്യവസ്ഥയെ പറ്റി എക്കണോമിനെ പറ്റിയും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയിലും നമ്മളെ രാജ്യത്തും നമ്മളെ സംസ്ഥാനത്തുള്ള ഓരോ ഇൻഡസ്ട്രീനെയും ഈ സംഭവം എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ അതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കണം. കാരണം എന്നാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധ്യത ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ജോബ്സ് ആൻഡ് എംപ്ലോയബിലിറ്റി, അതായത് തൊഴിലും തൊഴിൽ പ്രാപ്തിയും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോവിഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ സമയത്ത് അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ എക്കണോമി ഒരു പ്രശ്നമാണ് എന്നുള്ള സമയത്ത് അതിൻ്റെ മുകളിൽ ലെയേർഡ് പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് നമുക്ക് തൊഴിലിനെ പറ്റിയും തൊഴിൽ പ്രാപ്തിയെ പറ്റിയും കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഐഡിയൽ സെനാറിയോ ഉണ്ടാവും എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ജോലിയിലുള്ള ഒരാൾക്കോ അവരുടെ ഒരു എംപ്ലോയബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റുക, വിലയിരുത്താൻ പറ്റുക. അതായത് തൊഴിൽ പ്രാപ്തി വിലയിരുത്താൻ പറ്റുക. എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ തൊഴിൽ പ്രാപ്തി വിലയിരുത്താൻ പറ്റുന്നത് ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാവണം, ഇൻഡസ്ട്രിക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാവണം, ആ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസും ആ തൊഴിൽ പ്രാപ്തിയും എനിക്കുണ്ടോ എന്നുള്ളത് എനിക്ക് ബോധ്യം വേണം. ഇനി ഇല്ലെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ബോധ്യം വേണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തൊഴിൽ പ്രാപ്തി, ഒരു എംപ്ലോയബിലിറ്റി കോഷ്യൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആൾക്കാർക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് തൊഴിൽ പ്രാപ്തിയെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഗവൺമെൻറ് ഏജൻസിക്കൊക്കെ തന്നെ ഈ ഒരു കാരണത്തിൻ്റെ മുകളിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ തൊഴിലില്ല, തൊഴിൽ സാധ്യത ഇല്ല എന്ന് പറയാം, പക്ഷെ തൊഴിൽ പ്രാപ്തി ഉണ്ടോ എന്നുള്ള ചർച്ച പലപ്പോഴും വരുന്നില്ല. ആരോ നമുക്ക് തൊഴിൽ കൊണ്ടുത്തരേണ്ട മാതിരിയാണ് നമ്മളുടെ എപ്പോഴും ചിന്ത വരുന്നത്. അത് നമ്മളുടെ ഉത്തരവാദിത്തമല്ല, വേറെ ആരുടെ ഉത്തരവാദിത്തം മാതിരിയാണ്. ശരിയാണ്, എക്കണോമിക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്, എന്നാലും ആ ഒരു തൊഴിൽ പ്രാപ്തി എന്നുള്ളൊരു ഉത്തരവാദിത്തം ഇൻഡിവിജ്വൽസിനും കമ്മ്യൂണിറ്റീസിനും ഓർഗനൈസേഷനും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ് ഡിസ്കഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മുഖ്യധാരാ മാധ്യമത്തിൽ തൊഴിലിനെ പറ്റിയും തൊഴിൽ പ്രാപ്തിയെ പറ്റിയും ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ തൊഴിലിൻ്റെയും തൊഴിൽ പ്രാപ്തിൻ്റെയൊക്കെ കാര്യം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ സംസാരിക്കേണ്ട ഒന്നാണ് സ്റ്റാർട്ടപ്പും ഓൺട്രപ്രണർഷിപ്പും, സംരംഭകത്വം. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അധികം ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ടെക്നോളജി, മെഡിക്കൽ, ഏത് ഫീൽഡായാലും അതിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ നല്ലൊരു കാര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ട്. 10-26 വർഷം മുമ്പ് ഞാനൊരു ബിസിനസ് കേരളത്തിൽ തുടങ്ങിയപ്പം ഉണ്ടായിരുന്നില്ല ആ സപ്പോർട്ട് സിസ്റ്റം, എക്കോസിസ്റ്റം. ഇന്നതുണ്ട്. പക്ഷേ ഇന്നൊരു മാർക്കറ്റ് പ്ലേസ് കേരളത്തിലില്ല. ആ മാർക്കറ്റ് പ്ലേസ് പലപ്പോഴും ഏതൊരു സ്ഥലത്ത് പോയാലും ഗവൺമെൻറ് ഈസ് എ മാർക്കറ്റ് പ്ലേസ്. ഇപ്പോൾ ടെക്നോളജി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഒരു മേജർ ടെക്നോളജി ബയ്യറാണ്. അപ്പം ഗവൺമെൻറ്റിനെ ഒരു മേജർ ടെക്നോളജി ബയ്യറാക്കിയിട്ട് ഒരു ടെക്നോളജി മാർക്കറ്റ് പ്ലേസ് ആക്കി മാറ്റാൻ വേണ്ടി അതായത് ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങുക എന്നതും കൂടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കണം. അങ്ങനെ വരുമ്പം നമ്മളുടെ നാട്ടിലുള്ള സ്റ്റാർട്ടപ്സിന് ഏതെങ്കിലും ഭാഗത്തുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മളെ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ തുടങ്ങും. നമുക്ക് സർവൈവ് ചെയ്യാനും ത്രൈവ് ചെയ്യാനും നമ്മളുടെ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ സൊല്യൂഷനും അല്ലാത്ത സൊല്യൂഷൻസും കണ്ടുപിടിക്കുന്ന വഴിയാണ്. അപ്പോൾ ആ ഒരു വളരെ വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള എക്കോസിസ്റ്റത്തിൻ്റെ മുകളിൽ തന്നെ സെൽഫ് സഫിഷ്യൻസി എന്നുള്ളൊരു ലെയറും കൂടെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് വർക്ക് ചെയ്യുന്ന പല സ്റ്റാർട്ടപ്സിനും ഒരു ബൂസ്റ്റായിരിക്കും. മാത്രമല്ല ഇനി വരാനുള്ള നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സിന് ഒരു ക്ലിയർ കട്ട് പാത്ത് ഉണ്ടാവും ടുവേർഡ്സ് സക്സസ്. കാരണം
നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ക്ലിയർ കട്ട് പാത്ത് ടു സക്സസ് ഓർ എക്സിറ്റിംഗ് ഔട്ട് ഓഫ് എ സ്റ്റാർട്ടപ്പ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് ഒരു ചില ആൾക്കാരുടെ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടെക്നോളജി ഫീൽഡിലുള്ള ആൾക്കാർ, ഇവരുടെ ഇടയിൽ മാത്രം നിർത്തേണ്ടതല്ല ഈ ചർച്ച എന്നുള്ളതാണ്. കാരണം ഈ ഫീൽഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചിലപ്പം ടെക്നോളജിയുടെ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പം നോർമൽ ഒരു കമ്മ്യൂണിറ്റിയിൽ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വന്നില്ലെങ്കിൽ അതെല്ലാവരുടെയും കൂടിയൊരു സംഭവമായിട്ട് മാറില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് സ്റ്റാർട്ടപ്പ് ഡിസ്കഷൻസ്, ഓൺട്രപ്രണർഷിപ്പ് ഡിസ്കഷൻ മുഖ്യധാരാ മാധ്യമത്തിലേക്ക് വരണം എന്നുള്ളത് അത് വളരെ ആവശ്യമാണ്. പോസ്റ്റ് കോവിഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി വെരി ഡിഫറെൻറ്റ്. ആൻഡ് സ്റ്റാർട്ടപ്പും ഓൺട്രപ്രണർഷിപ്പിനും വളരെയേറെ ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റ് COVID-19 ഉണ്ടാവും. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളേതായ സൊല്യൂഷൻ ആവശ്യം വരും. ആ സൊല്യൂഷന് പേ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ് കൂടാൻ സാധ്യതയുണ്ട്. ഡിസ്കസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ഒരു ഭയങ്കര ഒരു വളരെ നല്ലൊരു കാര്യം, നല്ലൊരു എഡ്യൂക്കേഷണൽ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. മാത്രമല്ല ലോകത്തിൽ ഏതൊരു സ്ഥലത്തെ ഉള്ളതിനെക്കാട്ടും കൂടുതൽ ഗ്രാജുവേറ്റ്സും പഠിത്തമുള്ള വിവരമുള്ള സാക്ഷരരായിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ടെന്നുള്ളതാണ്. പക്ഷേ എഡ്യൂക്കേഷൻ എന്നുള്ള ഫീൽഡും വളരെയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ കരിക്കുലം വൊക്കേഷണൽ ഓറിയൻറ്റഡ് അല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തൊഴിൽ പ്രാപ്തി ഓറിയൻറ്റഡ് അല്ല. അപ്പോൾ ആ എഡ്യൂക്കേഷനെ കരിക്കുലം മാറ്റുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള സംഭവമല്ല. പക്ഷെ ആ എഡ്യൂക്കേഷൻ കരിക്കുലം നടക്കുമ്പോൾ തന്നെ ഓപ്ഷണലായിട്ട് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷണൽ കരിക്കുലം അവൈലബിൾ ആയിരിക്കണം. ഈ ഓപ്ഷണൽ കരിക്കുലം എന്ന് പറയുന്നത് ഓൺലൈൻ ആക്കാനാണ് സൗകര്യം. കാരണം ഇതിന് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിസോഴ്സസ് അല്ലാണ്ട് വേറെ പല സ്ഥലത്തു നിന്നും റിസോഴ്സ് എടുത്തിട്ട് നിങ്ങൾക്കൊരു ഓൺലൈൻ ഓപ്ഷണൽ എഡ്യൂക്കേഷണൽ കരിക്കുലം ഉണ്ടാക്കാം. ആ എഡ്യൂക്കേഷൻ കരിക്കുലം വളരെ തൊഴിൽ പ്രാപ്തിയും വൊക്കേഷണലുമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഒരു 4 വർഷം എഞ്ചിനീയറിങ്ങിനോ 3 വർഷം ഡിഗ്രിക്കോ പഠിക്കുന്ന ഒരാൾ 1-ാം വർഷം അയാളുടെ കരിക്കുലം പഠിക്കുന്നതിൻ്റെ കൂടെ ഈ വൊക്കേഷണൽ കരിക്കുലം കൂടെ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-ാം വർഷമോ 3-ാം വർഷം ആകുമ്പോഴേക്കും അയാൾക്ക് ചിലപ്പം ഒരു തൊഴിൽ കിട്ടാനും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനും വേണ്ടിയിട്ടുള്ള പ്രാപ്തി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തന്നെ സ്റ്റാർട്ടപ്പും ഓൺട്രപ്രണർഷിപ്പും ബിൽഡ് ചെയ്യണം. ദ നീഡ് ഫോർ ബീയിങ് എംപ്ലോയിഡ് എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിയേറ്റ് എംപ്ലോയ്മെൻ്റ് എന്നുള്ളത്. എപ്പോഴും നമ്മൾ ജോലി കിട്ടുക എന്നുള്ളത് ആലോചിക്കുന്നുള്ളൂ. ജോലി കൊടുക്കാൻ പ്രാപ്തരാകുക എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. ആ ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി വേറൊരു മെച്ചം വരുന്നത് എന്താ വെച്ചാൽ, എനിക്കൊന്ന് നാട്ടിൽ ധാരാളം ആൾക്കാരുണ്ട് പഠിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാരെ കൊണ്ട് അവർക്ക് അറിയുന്നത് വേറൊരാൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കൂടെ നമ്മുടെ നാട്ടിൽ ബിൽഡപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ കോളേജിൽ പോകാനും അങ്ങനെയൊന്നും സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് പിയർ ടു പിയർ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനും അവർക്ക് അവരുടെ തൊഴിലിന് മുന്നേറാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഇറ്റ് വുഡ് റിയലി ഹെൽപ്പ്. ലോകം ഒരു ക്രൈസിസ് കൂടെ പോകുന്ന സമയത്ത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ കേരളത്തിനെ നോക്കുന്ന സമയത്ത് കേരളം പല ക്രൈസിസ് കൂടെ ഈ അടുത്ത കാലത്ത് പോയിട്ടുണ്ട്. 2 പ്രളയം, ഒരു നിപ്പ, പിന്നെ കോവിഡ്-19 കാര്യം നോക്കുമ്പോൾ തന്നെ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്റ്റേറ്റാണ് കേരളം. ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു USP ആക്കിക്കൂടാ, ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് ആക്കിക്കൂടാ? ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഈ ക്രൈസിസിലൊരു രസം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് അവസാനത്തെ ക്രൈസിസ് അല്ല. ഈ കോവിഡ്-19 നമ്മൾ കണ്ട സാധനം അവസാനത്തെ ക്രൈസിസ് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ക്രൈസിസ് വരും, ചിലപ്പോൾ ഫ്രീക്വൻസി കൂടാനും സാധ്യതയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നിരന്തരമായിട്ട് ഈ ക്രൈസിസ് വന്ന്, പ്രത്യേകിച്ച് ലോകത്തിൽ ഗ്ലോബൽ സ്കെയിലിൽ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വന്ന സമയത്ത് ഇനി എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് ക്രൈസിസ് അല്ലെങ്കിലും പാരനോയിഡ് ആവും ആൾക്കാർ. അപ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് മെഷീനറിയിൽ, ഹെൽത്ത് കെയറിൽ, എഡ്യൂക്കേഷനിൽ, അല്ലാത്ത എല്ലാവിധ സർവീസ് സെക്ടറിലും ആൾക്കാരെ ക്രൈസിസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ക്രൈസിസ് മാനേജ്മെൻറ്റ് പഠിപ്പിച്ചാൽ മാത്രം പോരാ, സാധാരണ ജനങ്ങളുടെ പാരനോയ എങ്ങനെ, അതായത് അവരുടെ പരിഭ്രാന്തി, എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ ഒരാൾക്കൊരു തുമ്മും വയ്ക്കും, ഒരാൾക്കൊരു പനി വരുമ്പോഴേക്കും ഇതാണോ അതാണോ എന്നുള്ള
ആ ഒരു പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയിട്ട് പാരനോയിഡ് ആവുന്നതിനെ എങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തിലെ സപ്പോർട്ട് സിസ്റ്റം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മാത്രമല്ല ക്രൈസിസ് മാനേജ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൊല്യൂഷൻസും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഈവൻ കൺസൾട്ടിങ് ടു എൻ എക്സ്റ്റെൻറ്റ് അത് കേരളത്തിന് ഒരു ലീഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണെന്നുള്ളൊരു തോന്നൽ. ചിലപ്പോൾ വൈൽഡ് തിങ്കിങ് ആയിരിക്കാൻ മതി. ഈ സമയത്ത് ഒക്കെ വൈൽഡ് തിങ്കിങ്ങിന് വളരെയേറെ ആവശ്യമുണ്ട്. കാരണം ഫ്യൂച്ചറിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വൈൽഡ് തിങ്കിങ് ആണ്, കുറേ വൈൽഡ് ഗെസ്സസ് ആണ്. ആ വൈൽഡ് ഗെസ് എന്നാണ് ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ അത് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഷുഡ് ബി അവർ ഫ്ലാഗ്ഷിപ്പ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ആൾക്കാർ പഠിച്ച് മുന്നോട്ട് വരിക, അതിനുള്ള ട്രെയിനിങ് ഒക്കെ വേണം. കാരണം പ്രോബ്ലി ടുമോറോ വെൻ ദർ ഇസ് എ ക്രൈസിസ് ഇൻ അനദർ സ്റ്റേറ്റ്, വേറൊരു സ്ഥലത്തുണ്ടെങ്കിൽ ഇവിടുന്നായിരിക്കും ചിലപ്പം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടീസും ആൾക്കാരും പോകാൻ പറ്റുക. മേ ബി വി ഷുഡ് ലീഡ് ദ വേ. ആൾക്കാർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ പൊസിഷനിലേക്ക് മേ ബി കേരള ഈസ് മൂവിങ് ടുവേർഡ്സ് ദാറ്റ് ഡയറക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫീൽഡ് അജൈൽ എന്ന് പറഞ്ഞ ഫീൽഡ്, അജൈൽ തിങ്കിങ് എന്നുണ്ട്. അതിൻ്റെ ഒരു കോച്ചൊക്കെയാണ് ഞാൻ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ആലോചിക്കുന്ന സംഭവമാണ് കേരളത്തിൽ ഒരു അജൈൽ കേരള, അജൈൽ തിങ്കിങ് എന്നുള്ളത് കേരളത്തിന് ആവശ്യമാണ്. അജൈൽ പറയുന്ന ഒരു 4 തോട്ട് പ്രോസസ്സ് ഉണ്ട്. അതായത് ഒന്ന് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻട്രാക്ഷൻ ഓവർ പ്രോസസ് ആൻഡ് ടൂൾസ്. അതായത് വ്യക്തികൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും അതിൻ്റെ ഒരു ട്രസ്റ്റ് നെറ്റ്വർക്കുമാണ് പ്രോസസ്സും ടൂളിനെക്കാട്ടും കൂടുതൽ ഉപയോഗം എന്നുള്ളത്. പിന്നെ വർക്കബിൾ സോഫ്റ്റ്വെയർ ഓവർ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് എന്തെങ്കിലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എഫക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്നാണ് വെറുതെ കുറേ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കലും എഴുത്തുകുത്തുകളും സംസാരത്തിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ഒരു സാധനം നടക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. പിന്നെ വേറൊന്ന് ഉള്ളത് കസ്റ്റമർ കൊളാബറേഷൻ ഓവർ കോൺട്രാക്ട് നെഗോഷിയേഷൻ. അതായത് കസ്റ്റമർ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റുകൾ വേണ്ടാന്ന് ഒന്നുമല്ല, പക്ഷെ കോൺട്രാക്ട് നെഗോഷിയേഷന് ചിലവാക്കുന്നതിനെക്കാട്ടും കൂടുതൽ സമയം നമ്മൾ കസ്റ്റമർ കൊളാബറേഷനിൽ അല്ലെങ്കിൽ ക്ലയൻറ്റ് കൊളാബറേഷനിൽ അല്ലെങ്കിൽ സിറ്റിസൺ കൊളാബറേഷനിൽ ഒക്കെ ചിലവാക്കണം. അങ്ങനെ ആ കൊളാബറേഷനിൽ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോൺട്രാക്റ്റുകൾക്ക് ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ ഇരു പാർട്ടികൾക്കും നേടാൻ വേണ്ടി ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാവാൻ മതി. കോൺട്രാക്റ്റുകളുടെ ചർച്ചയിൽ ഒരിക്കലും വിൻ വിൻ അല്ല ഉണ്ടാവുക. നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ഇല്ലാണ്ടാക്കാമെന്നാണ് കോൺട്രാക്റ്റുകൾ വരുന്നത്. കാരണം നാളെ ഒരു കേസ് ഉണ്ടായാൽ ഈ കോൺട്രാക്റ്റ് നമുക്ക് അനുകൂലമായിരിക്കുമോ എന്നുള്ളതാണ് ചർച്ച. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഒരു വിൻ വിൻ സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്നുള്ള രീതിയിലൊരു കൊളാബറേറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാവണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. പിന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഇതിൽ വരുന്നത് റെസ്പോണ്ടിങ് ടു ചേഞ്ച് ഓവർ ഫോളോയിങ് എ പ്ലാൻ ഫോളോ ചെയ്യേണ്ടതെന്ന് അതിന് അർത്ഥമല്ല കേട്ടോ. പക്ഷേ റെസ്പോണ്ടിങ് ടു എ ചേഞ്ച്, നമുക്ക് മുമ്പിൽ ഇപ്പോൾ COVID-19 വന്നപ്പോൾ, നിപ്പ വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് എന്താ? റെസ്പോണ്ടിങ് ടു ചേഞ്ചാണ്. അത് എത്ര നന്നായിട്ട് നമ്മളുടെ മുമ്പിലേക്ക് ഫോഴ്സ് ചെയ്തിടുന്ന ചേഞ്ചിനെ, മാറ്റത്തിനെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനെന്നുള്ളത്. അപ്പോൾ ഈ ഒരു 4 പ്രിൻസിപ്പിളിൻ്റെ മുകളിലാണ് സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് കഴിഞ്ഞ 10-22 വർഷം 23 വർഷമായിട്ട് ഈ മെത്തഡോളജി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ മെത്തഡോളജി ഗവൺമെൻറ്റിലേക്കും ബാക്കി മേഖലകളിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അജൈലാവാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും അതേപോലെ തന്നെ നമ്മളുടെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് തന്നെ ഒരു അജൈൽ മെത്തേഡിലേക്ക് മാറണം, ഒരു അജൈൽ തിങ്കിങ്ങിലേക്ക് മാറണം എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് അസ് ടു റെസ്പോണ്ട് ടു എ ചേഞ്ച്. ഇതിന് കൂടെ തന്നെ മിനിമൽ ആവുകയാണെങ്കിൽ, അതായത് നമ്മൾ വളരെ ലളിതമായി ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ക്രൈസിസ് മാനേജ്മെൻറ്റ് സമയത്ത് വളരെ ഈസിയർ ആയിരിക്കും. അതായത് നഷ്ടപ്പെടാൻ അധികമില്ലെങ്കിൽ തിരിച്ച് കാലിൽ നിൽക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് ആ മിനിമലായിട്ടും അജൈലായിട്ടും നമുക്ക് കഴിയണം. ഇങ്ങനത്തെ ക്രൈസിസൊക്കെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മളുടെ ഒരു DNA ഭാഗമാണ് നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയും. ഗവൺമെൻറ് ആരാണ്, ഏത് സർക്കാർ ഏത് പാർട്ടി എന്നുള്ളതല്ല, ഗവൺമെൻറ്റിനെ കുറ്റം പറയുക. ഗവൺമെൻറ്റിന് മാത്രമല്ല, ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെ കുറ്റം പറയുക. അതായത് പോലീസ്,
ഇപ്പോൾ ഹെൽത്ത് കെയർ ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് കെയർ, എല്ലാ കാര്യത്തിനും ഒരു ഗവൺമെൻറ്റിനോട് നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ഒരു പ്രശ്നം ഉള്ളൊരു സംഭവമാണ്. പക്ഷേ ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മെഷീനറിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരന്, ഏറ്റവും വലിയ കമ്പനിക്ക്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ക്രൈസിസ് ടൈമിൽ ഗവൺമെൻറ് മെഷീനറിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അല്ലാത്ത സമയത്ത് പ്രൈവറ്റ് മെഷീനറിക്ക്, പ്രൈവറ്റ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് ചിലപ്പോൾ ഗവൺമെൻറ്റിനെക്കാട്ടും എഫക്റ്റീവും അജൈലും എഫിഷ്യൻറ്റും ആയിരിക്കാൻ മതി പല കാര്യത്തിലും. പക്ഷെ ക്രൈസിസ് ടൈമിൽ ആ ഗവൺമെൻറ്റിനും ആ മെഷീനറിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ, കാരണം പവറുണ്ട്, പൈസ ഉണ്ട്, they have a commitment to do it and to protect and to be on the front. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് തോന്നിയതെന്ന് പറഞ്ഞാൽ സർക്കാർ കൂടെയല്ല മുമ്പിലുണ്ടാവുമെന്ന് പറയുന്നത് വളരെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഡെലിവറിയാണത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് പോസ്റ്റ് കോവിഡ് എന്നുള്ളൊരു കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പം നമ്മളുടെ സർക്കാർ മെഷീനറികൾ, ഗവൺമെൻറ് മെഷീനറികൾ കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെയാണ് നമ്മളെ പോലീസ്, നമ്മളെ ഹെൽത്ത് കെയർ, നമ്മളെ ജുഡീഷ്യൽ സിസ്റ്റം എല്ലാം കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ച നമ്മൾ നടത്തണം. മാത്രമല്ല ഗവൺമെൻറ്, നമ്മളെപ്പോഴും ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ജോലി എന്നുള്ളതാണ്. കാരണം എന്താണ്, സെക്യൂറാണ്. ഇങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമേ ആൾക്കാർ ചിന്തിക്കുള്ളൂ. പക്ഷേ അതല്ലാണ്ട് ഈവൻ വോളണ്ടറി ആയിട്ട് ഗവൺമെൻറ്റിനെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന്, മേ ബി ഇറ്റ് ക്യാൻ ബി എ പെയ്ഡ് ആക്ടിവിറ്റി, ബട്ട് ബീയിങ് അസോസിയേറ്റഡ് ആൻഡ് വർക്കിംഗ് വിത്ത് ഗവൺമെൻറ് ടു എൻഷുവർ ദാറ്റ് ആ എഫിഷ്യൻസി ഗവൺമെൻറ് മെഷീനറിക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. ഈ ക്രൈസിസ് ടൈമിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിധത്തിലും ഗവൺമെൻറ് മെഷീനറി ഈസ് ദ ഓൺലി ചോയ്സ് വി ഹാവ്, ദ ഓൺലി സേവിയർ വി ഹാവ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അത് നാഷണൽ ലെവലിലായാലും ശരി, ഇൻ്റർനാഷണൽ ലെവലിലായാലും ശരി, സംസ്ഥാന ലെവലിലായാലും ശരി. അത് എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാനും ഈ നമ്മളുടെ DNA ഭാഗമായതുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറ്റം പറയുക അങ്ങനത്തെ കാര്യത്തിലൊക്കെ നിന്നുണ്ട്. ക്രൈസിസ് ആവുന്ന സമയത്ത് ഒരു വലിയൊരു കാര്യം മനസ്സിലാവുകയാണ്. കാരണം അർത്ഥമില്ല ആ കുറ്റം പറച്ചിലിന് പലപ്പോഴും എന്നുള്ളത്. ഈ കോവിഡിന് ഒക്കെ മുമ്പേയും കഴിഞ്ഞ ഒരു ഡെക്കേഡ്സായിട്ട്, ഒരു 3-4 ഡെക്കേഡ്സായിട്ട് ഇൻഡസ്ട്രിയൽ ഡിസ്റപ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഇൻഡസ്ട്രിയൽ ഡിസ്റപ്ഷൻ കഴിഞ്ഞൊരു 10-20 കൊല്ലത്തിനുള്ളിൽ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ വേറെ ഏത് കാലത്തും കാണുന്നൊരു ഇൻഡസ്ട്രിയൽ ഡിസ്റപ്ഷനെക്കാട്ടും വളരെ ഫാസ്റ്റായിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്റപ്ഷൻസ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തുള്ള കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രീനെ കംപ്ലീറ്റ് ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ Airbnb എന്ന കമ്പനി മുന്നോട്ട് വന്നത്. അതേപോലെ ഈ വീഡിയോ കാസറ്റിൻ്റെ കടകളുടെ കംപ്ലീറ്റ് സംഭവങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്തിട്ടാണ് നെറ്റ്ഫ്ലിക്സും നെറ്റ്ഫ്ലിക്സാണ് ഡിസ്റപ്റ്റ് ചെയ്ത്, അമേസോൺ അതിൻ്റെ കൂടെ വന്നു. പക്ഷേ അമേസോൺ ഡിസ്റപ്റ്റ് ചെയ്തതാണ് റീറ്റെയിൽ ഇൻഡസ്ട്രി. ഊബർ ഈ നമ്മളുടെ ട്രാവൽ ഇൻഡസ്ട്രീനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പ്രൈസ് ലൈനും കാര്യങ്ങളൊക്കെ വേറെ വല്ലതും വന്നിട്ടുണ്ട്. ബട്ട് ഊബർ ടാക്സി സർവീസിനെ ഇതിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്റപ്ഷൻസ് നമുക്ക് ചുറ്റും ലോകത്ത് നടക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഡിസ്റപ്ഷനിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ സംസ്ഥാനത്തു നിന്നോ നമ്മളെ രാജ്യത്ത് തന്നെ നടക്കുന്നില്ല. നമ്മളെപ്പോഴും ഒരു ഔട്ട്സോഴ്സിങ് വിങ്ങാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വർക്ക് ഞങ്ങൾ ചെയ്യാം, ഞങ്ങളാണ് റിസോഴ്സസ് തരാം. ആ ഒരു ബിസിനസ്സിലാണ് എല്ലാ സമയത്തും നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു ഇൻഡസ്ട്രിയെ ഡിസ്റപ്റ്റ് ചെയ്യാനോ ആ ഇൻഡസ്ട്രി ഡിസ്റപ്ഷനിൽ ഒരു ലീഡിങ് റോൾ എടുക്കാനോ പലപ്പോഴും കേരളത്തിനുള്ളിൽ നിന്നുകൊണ്ടോ ഇന്ത്യയിൽ നിന്നുകൊണ്ടോ നടക്കുന്നില്ല. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും പോയ ആൾക്കാരാണ് പല ഇൻഡസ്ട്രിയും ഡിസ്റപ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി ഡിസ്റപ്ഷൻ നടക്കുന്നതിനെക്കുറിച്ചും ആ ഇൻഡസ്ട്രി ഡിസ്റപ്ഷൻ പോസ്റ്റ് കോവിഡ് നടക്കുന്നതിൽ ഒരു ലീഡിങ് പൊസിഷൻ നമുക്ക് എവിടെ എടുക്കാൻ പറ്റും എന്നുള്ളത്, പ്രത്യേകിച്ച് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഹ്യൂമൻ ആൻഡ് മെഷീൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, ഇങ്ങനത്തെ കുറേ കാര്യത്തിൽ നമ്മൾ ടച്ച് ചെയ്യേണ്ട പോയിൻറ്റ്സ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മേഖലകളിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ ഡിസ്റപ്ഷൻ്റെ അതിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ലീഡ് ചെയ്യാൻ. ചിലപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിന് വേണ്ടിയിട്ടുള്ള നോഹവും കാര്യങ്ങളുമൊക്കെ ചിലപ്പം നമ്മളെ സംസ്ഥാനത്ത് ഉണ്ടാവില്ല. പക്ഷേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജിയും അതിന് വേണ്ടിയിട്ടുള്ള നോഹവും നമുക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട്
അതിബുദ്ധിമാന്മാരാവുന്നില്ലല്ലോ. സോ ഐ തിങ്ക് ഇഫ് ദ എക്കോസിസ്റ്റം ആൻഡ് എവറിത്തിങ് വർക്ക്സ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ഇൻഡസ്ട്രിയൽ ഡിസ്റപ്ഷൻ, എനിക്ക് തോന്നുന്നു ആ എക്സിസ്റ്റിംഗ് വ്യവസായങ്ങളെ മുഴുവൻ ചിലപ്പം പുതിയ രീതിയിൽ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആലോചിച്ചു. ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഭാവിയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫ്യൂച്ചർ പ്രിഡിക്ഷൻസാണ് നമ്മളിങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ കൈനോട്ടവും അങ്ങനത്തെ പരിപാടിയല്ല, പക്ഷെ എന്നാലും നമ്മൾ ചില ഇൻ്റലിജൻറ്റ് ഗെസ്സസ് ഉണ്ടാക്കുകയാണ്, നമുക്ക് മോഡൽ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഫ്യൂച്ചർ തിങ്കിങ് എന്നുള്ളത് നമ്മൾ ഒരു ഡിസ്കഷൻ ആയിട്ട് വരണം. അതിപ്പോൾ ഗവൺമെൻറ് ഉള്ളിലായാലും ശരി, നമ്മുടെ സമൂഹത്തിലായാലും ശരി, മുഖ്യധാരാ മാധ്യമങ്ങളിലായാലും ശരി, ഫ്യൂച്ചർ തിങ്കിങ് എന്നുള്ളത്. ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. അപ്പോൾ ഞാൻ ഒരു വർഷം വർക്ക് ചെയ്തത് സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഫ്യൂച്ചർ തിങ്കിങ് ആണ് അവിടെ പഠിപ്പിക്കുന്നത് ആൾക്കാരെ. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റ്സ് ജനറലി ഇപ്പം സ്റ്റാൻഫോർഡിലൊക്കെ ഫ്യൂച്ചറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള എങ്ങനെ ഹൗ ക്യാൻ യു ബിക്കം എ ഫ്യൂച്ചറിസ്റ്റ് എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴാണ് ഫ്യൂച്ചർ തുടങ്ങുക എന്നുള്ളൊരു ചർച്ച ഉണ്ട്. അപ്പോൾ അതിൽ ജനറലി ഫ്യൂച്ചറിസ്റ്റ് പറയുന്നത് 10 വർഷം ആണ്. ഇന്നിപ്പോൾ 2020 ആണെങ്കിൽ 2030 ആണ് നമ്മൾ മോഡൽ ചെയ്യുന്ന ഫ്യൂച്ചർ, 10 വർഷം. അപ്പോൾ നമ്മൾ അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്, മെത്തഡോളജീസ് ഉണ്ട്. ഏതൊരാൾക്കും മോഡൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് പാസ്റ്റ് എന്നുള്ള സംഭവം ഇപ്പോൾ വളരെ രാഷ്ട്രീയവൽക്കരിച്ച ഒരു സംസ്ഥാനമാണ് നമ്മളുടെ. വെരി പൊളിറ്റിക്കലി ചാർജ്ഡ്. അങ്ങനെ പൊളിറ്റിക്കലി ചാർജ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും പാസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളെ പഴയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നടന്ന കാര്യത്തിൽ രണ്ട് പാർട്ടിക്കാർക്ക് ഒരുമിച്ച് അംഗീകരിക്കാൻ പറ്റില്ല. അതിപ്പോൾ സംസ്ഥാനത്തിലായാലും ദേശത്തിലായാലും പാസ്റ്റിനെ പറ്റി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ പ്രസൻറ്റിനെ പറ്റി കുറച്ച് അംഗീകരിക്കാം, കാരണം വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്യൂച്ചറിനെ പറ്റി സ്ഥിതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈക്വലായൊരു സംഭവമാണ് ഫ്യൂച്ചർ. അപ്പം ഇമാജിൻ ആൻ ഐഡിയൽ സെനാറിയോ വേർ ഇപ്പോൾ നമ്മളെ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ LDF, UDF, പിന്നെ BJP ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് കേരളത്തിനെ ഒരു 10 വർഷത്തിന് ശേഷമുള്ള എങ്ങനെ വേണേൽ നമുക്കൊരു പല പോസിബിലിറ്റീസ് ഉണ്ട് ഫ്യൂച്ചറിന്. നമ്മൾ ചില രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ കിട്ടും, ചില രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ഫ്യൂച്ചർ കിട്ടും. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിൽ ഉള്ള കാര്യങ്ങളെപ്പറ്റി മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഓക്കെയാണ്. കാരണം നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിന്തിച്ചിട്ട് സംസാരിച്ചിട്ട് തമ്മിൽ അതിനെ പറ്റിയിട്ട് തല്ല് കൂടിയതുകൊണ്ട് ഒരു ഗുണമുണ്ട്. കാരണം എന്താ വെച്ചാൽ വരാൻ പോകുന്ന കാലത്തെ പറ്റിയിട്ടാണ് നമ്മൾ തല്ലുകൂടുന്നത്. ആ വരാൻ പോകുന്ന കാലത്തെപ്പറ്റി തല്ലുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്കും വേറൊരാൾക്കും കൂടിയിട്ട് അംഗീകരിക്കാൻ പറ്റുന്നൊരു ഭാവിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തല്ലുകൂടി കഴിഞ്ഞാലും എത്ര നമ്മൾ ബഹളം വെച്ചാലും പാസ്റ്റ് മാറാൻ പോകുന്നില്ല, അതങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഫ്യൂച്ചർ തിങ്കിങ് ഓൺ വേരിയസ് ലെവൽസ്, നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണോ, കോൺഫ്ലിക്റ്റ് ഉള്ളൊരു ഫ്യൂച്ചറാണോ, ഒരു ഇൻക്ലൂസീവ് ഫ്യൂച്ചർ വേണോ, ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് ഫ്യൂച്ചർ വേണോ, നമുക്കൊരു മിനിമൽ അജൈൽ ഫ്യൂച്ചർ വേണോ, നമുക്ക് ഒരു കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്നൊരു ഫ്യൂച്ചർ വേണോ, ഷുഡ് വി ഹാവ് എ വെരി ഹെൽത്തി ഫ്യൂച്ചർ? ഇതൊക്കെ പോസിബിലിറ്റീസാണ്. ഈ പോസിബിലിറ്റീസ് മുഴുവൻ നമ്മൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ COVID-19 മാതിരിയുള്ളൊരു ട്രിഗറായിരിക്കും ഇതിനൊരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റ് കോവിഡ് ഡിസ്കഷൻസ് ഷുഡ് ബി അബൌട്ട് ഫ്യൂച്ചർ, നോട്ട് അബൌട്ട് ടുമോറോ. 10 വർഷത്തിന് ശേഷമുള്ള, അതായത് ലോകത്തിലെ ഫ്യൂച്ചറിസ്റ്റുകളൊക്കെ മോഡൽ ചെയ്യുന്ന പോലെ നമ്മൾ കേരളത്തിൻ്റെ ഫ്യൂച്ചർ മോഡൽ ചെയ്യാൻ പറ്റണം, അല്ലേ? പ്രൈവസി. ഈ കോവിഡ് കാലത്ത് ഒരു കാര്യം ആൾക്കാർക്ക് മനസ്സിലായെന്നതിനാൽ പ്രൈവസി എന്നതിനെപ്പറ്റി ആൾക്കാർക്ക് പല പല ധാരണകളുണ്ട്, ചിലവർക്ക് യാതൊരു ധാരണയില്ല. എന്തായാലും ആ ഏരിയയിൽ കണ്ടമാനം വർക്ക് പ്രൈവസി ഉറപ്പുവരുത്താനും പ്രൈവസി എന്താണെന്ന് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ എന്താണ് എന്ന് അവർക്ക് സ്വയം മനസ്സിലാവാനും അവരുടെ പ്രൈവസിയെ പറ്റി അവർക്കൊരു ധാരണ ഉണ്ടാവാനൊക്കെ എഡ്യൂക്കേഷൻ ഓഫ് പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളിപ്പോൾ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ടെക്നോളജി ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രൈവസിയെ പറ്റിയിട്ട് കൃത്യമായൊരു ധാരണ വേണം. നമ്മൾ പല ടൂൾസും ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ പ്രൈവസി ക്ലോസസ് ഉണ്ട്. നമ്മൾ എഗ്രി എന്ന് പറഞ്ഞെങ്കിൽ ഞെക്കിപ്പോവും.
പല ആൾക്കാർക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാവുന്നുണ്ടാവില്ല. ഈ വായിക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് പോവും, കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ ഈ പ്രൈവസീൻ്റെ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ പ്രൈവസി എന്നുള്ളതിൽ വളരെ കൃത്യമായി നോക്കണം എന്നുണ്ടെങ്കിൽ ചില സാധനങ്ങളൊക്കെ ആൾക്കാരങ്ങ് കുഴപ്പമില്ല, ഈ ടൂൾ ഉപയോഗിക്കണം, നമ്മളങ്ങോട്ട് ഉപയോഗിച്ച് പോവാം, ഞാനിപ്പോൾ ഞെക്കി പോവുകയാണ്, ഇതിൻ്റെ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് പോവും. അത് പ്രൈവസിയെക്കുറിച്ചുള്ള എഡ്യൂക്കേഷനും പ്രൈവസിയെക്കുറിച്ചുള്ള ഡിസ്കഷനും ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൻ്റെ മാർക്ക് സക്കർബർഗിനെ ഇരുത്തി സെനറ്റിൽ അവിടെ വിചാരണേൻ്റെ ഭാഗമായിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ആണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പൊളിറ്റീഷ്യൻസും രാഷ്ട്രീയക്കാർക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്നതും രണ്ട് ഡിഫറെൻറ്റ് ലോകത്തിൽ ഇരുന്നു കൊണ്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലെ മാത്രം പ്രശ്നമല്ല ഈ പ്രൈവസീൻ്റെയും ഇങ്ങനത്തെ ഡേറ്റയും ടെക്നോളജിയും സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ട് ലോകത്തിരുന്ന ആൾക്കാർ സംസാരിക്കുന്ന മാതിരി പുറത്തിരിക്കുന്നവർ തോന്നുന്നത്. അത് അമേരിക്കയിലും അത് തന്നെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അമേരിക്കയിൽ ഇത്രയും കാലം പ്രൈവസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹിപ്പയും ഇതൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെ ഈ ഫേസ്ബുക്കായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈവസീൻ്റെ ഒരു ചർച്ച വരുന്ന സമയത്ത് രണ്ട് ലോകത്തിൽ രണ്ട് പേർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇനിയും കുറേ കാലം കേരളത്തിലുണ്ടാവും. പക്ഷെ അതിൽ നിന്നുള്ള ടൈം വേസ്റ്റ് ഒഴിവാക്കാൻ ഒരു എഡ്യൂക്കേഷൻ ഓഫ് പ്രൈവസി എന്നുള്ളത് അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന്, ആ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ദ എഡ്യൂക്കേഷൻ ഓഫ് പ്രൈവസി എന്നുള്ളത് നമ്മളൊരു സീരിയസ് സംഭവമായിട്ട് എടുത്തിട്ട് സംസാരിക്കുകയും പഠിപ്പിക്കുകയും വേണം സാധാരണ ജനങ്ങളെ. ഫൈനലി ക്ലോസ് ചെയ്യേണ്ടത് എനിക്ക് ജേർണലിസം വെച്ചിട്ടാണ്. കാരണം ഈ കോവിഡ് ടൈമിലും എന്താണ് മാധ്യമധർമ്മം എന്നുള്ളത് വലിയൊരു ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് ടൈം ഫോർ ജേർണലിസം ടു ചേഞ്ച്. മാധ്യമധർമ്മത്തിന് മാറാനുള്ള സമയമായി. കാരണം നവമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ വന്നിട്ട് മാധ്യമം എന്നുള്ളതിൻ്റെ ആ ഒരു പൊസിഷൻ എന്നുള്ളത് ഐദർ റീഡിഫൈനിങ് ബൗണ്ടറീസ് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് എന്നുള്ളത് ആവശ്യമാണ്. അതിൽ എനിക്ക് തോന്നുന്നൊരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് വേണ്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആവശ്യമുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അതിനോട് എഡ്യൂക്കേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരണം. കാരണം മാധ്യമങ്ങൾക്ക് ഉള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി ഈസ് എഡ്യൂക്കേഷൻ. നിങ്ങളുള്ള മേഖല ആൾക്കാരെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഇൻഫർമേഷൻ്റെ വാർത്തയുടെ മേഖലയിൽ നിന്ന് മാറി ഇൻഫർമേഷൻ്റെ മേഖലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ പല ആൾക്കാരും വാർത്തകൾ സൃഷ്ടിക്കുന്നതിലും വാർത്തകൾ അറിയിക്കുന്നതിലും ആ ഒരു ട്രഡീഷണൽ സെറ്റപ്പിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ യു ആർ ഇൻ ദ ഇൻഫർമേഷൻ ഏജ് ആൻഡ് യു ആർ ഇൻ ദ ഡേറ്റ ഏജ് ആൻഡ് യു ആർ ഇൻ ദ എഡ്യൂക്കേറ്റീവ് ജേർണലിസം ഏജ്. അപ്പോൾ ആ എഡ്യൂക്കേറ്റീവ് ജേർണലിസത്തിലേക്ക് മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പുകമറ ഉണ്ടാക്കല്ല, പുകമറ ക്ലിയർ ചെയ്യുന്നതിലാണ് മാധ്യമങ്ങളുടെ മെയിൻ ഫോക്കസ് ഇരിക്കേണ്ടത്. ആൻഡ് ദെയർ ഇറ്റ് ഷുഡൻറ്റ് ബി കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇറ്റ് ഷുഡ് ബി കൊളാബറേഷൻ. ഹൗ ക്യാൻ യു ഹാവ് എ കൊളാബറേറ്റീവ് ജേർണലിസം? പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ജേർണലിസ്റ്റുകളൊക്കെ പറയും അങ്ങനെയൊക്കെ കൊളാബറേഷൻ നടക്കില്ല എന്നുള്ളത്. എല്ലാ മേഖലകളിലും കൊളാബറേഷൻ നടക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളുടെ മാധ്യമങ്ങളിലും രാഷ്ട്രീയത്തിലും കൊളാബറേഷൻ നടന്നുകൂടാ? കോമ്പറ്റീഷനെക്കാട്ടും കോപ്പറ്റീഷൻ എന്നുള്ള സാധനം കേട്ടിട്ടുണ്ടാവും. കോർപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ, കോപ്പറ്റീഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. അതേമാതിരി തന്നെ കൊളാബറേഷനൊക്കെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രോഗമായിരിക്കും COVID-19 നമുക്ക് മുന്നിൽ തുറന്നു തരുന്നതെന്നാണ് തോന്നുന്നത്. ആ വാതിലിൽ കൂടെ നമ്മളൊക്കെ നടക്കേണ്ടി വരും. പക്ഷെ അപ്പുറത്തെത്തിയ ലോകം എന്താവണമെന്നുള്ളത് നമുക്കൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ലോകത്തിലേക്ക് നടന്നു നീങ്ങാൻ പറ്റും. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.